അടിച്ച് കുലുക്കി പോണത് വേറൊന്നുമല്ല, തൈരാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതാ സോസേജ്, ഓംപ്ലേറ്റ്, ബുൾസെ. ഇത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇന്നേക്ക് നമുക്ക് ഒരു തക്കാളി കിട്ടുന്ന കിടച്ചിരിക്കല്ലേ ബിരിയാണി പണ്ടതൊക്കെ. ഇവൻ അരവട്ടാണ് കേട്ടോ. ഇവൻ ആ തൈരൊക്കെ കൊണ്ടൊഴിക്കണ. അങ്ങനെ അതാ ഫുൾ ചിക്കൻ മസാലയിലോട്ട് മിക്സ് ചെയ്യാണ്. അനീഷ് ഭായി ആണ് പ്രശ്നം. അനീഷ് ഭായി വെജിറ്റേറിയൻ ആണ്. അപ്പൊ ഇതാ ചിക്കൻ ഫുള്ളായിട്ട് ഇതാ ഫ്രൈ ചെയ്ത് ഹാഫ് ഫ്രൈ ആയിട്ട് വെച്ചിട്ടുണ്ട്. ആ സംഭവം നമ്മള് ദമ്മിടാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്ത് അപ്പൊ ഇതാ നമ്മള് ഓവനിലാണ് ദമ്മെല്ലാം തണ്ട പേപ്പറെല്ലാം സെറ്റ് ചെയ്തിട്ട് ഓവനിലാണ് കയറ്റിയിരിക്കുന്നത്. ഓവൻ തുറന്ന് ഇനി ഇതാ ബിരിയാണി പുറത്തോട്ട് കൊണ്ടുവരണം. എല്ലാ ടീമും ഇവിടെ നിൽപ്പുണ്ട്. ഹായ്. അപ്പൊ ദമ്മ് പൊട്ടിക്കാൻ പോകണം കേട്ടാ. കോഹയൊക്കെ വന്നാ മതിയായിരുന്നു ദൈവമേ. ഹായ്, നമസ്കാരം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കപ്പലിൽ റഷ്യൻ കുക്കാണെന്ന്. നമ്മൾ ഇന്ന് ഇന്ത്യൻസ് എല്ലാം ചേർന്നിട്ട് ഇന്ന് ബിരിയാണി ഉണ്ടാക്കുകയാണ്. പക്ഷേ എല്ലാ റൈസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, പക്ഷെ മസാലകൾ എല്ലാം ഒന്നുമില്ല. എങ്കിലും നമ്മൾ കുറേ നാളായി ഇന്ത്യൻ ഫുഡ് കഴിച്ചിട്ട്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യാണ്. നമ്മളെ എല്ലാ ഇന്ത്യൻ ക്രൂ ഇവിടെ തന്നെ ഉണ്ട്. എല്ലാവരും സവാളയൊക്കെ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എന്തായാലും ഡ്യൂട്ടിയിൽ പോകുന്നതിന് മുമ്പ് ഫുൾ വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. ഇതാ ജോബു, എല്ലാവരും ഇന്ന് ഹാപ്പിയാണ്. കാരണം നമ്മൾ 4 മാസമായിട്ട് കോണ്ടിനെന്റൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നതും ബിരിയാണി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എല്ലാം കാണിക്കാം. പക്ഷെ നമ്മുടെ നാട്ടിലെ കണക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഉള്ള സാധനങ്ങൾ വെച്ചാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. നമ്മുടെ ഫിറ്റർ ബായി ജോഗു ഓയസ് എന്താ സവാള എല്ലാം കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ചിക്കൻ അകത്താണ് കട്ട് ചെയ്യുന്നത്. എന്താണെന്ന് നോക്കാം. അകത്ത് നമ്മുടെ അൻസൻ ഉണ്ട്, നമ്മുടെ തമ്പി ഇതാ ചിക്കനെ എടുത്ത് ഇതാ തൊലിയൊക്കെ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തമ്പി, എவ்வளோ கேஜி ചിക്കൻ ഉണ്ടാ ഇന്ന് നമ്മ ബിരിയാണി പண்றதுக்கு യൂസ് പண்றது? 4 kg ചിക്കൻ. ഫ്രോസൺ എല്ലാം മാറിയിട്ടയാ. ഇന്നലെ എടുത്ത് നമ്മൾ ചിക്കനൊക്കെ വെളിയിൽ വെച്ച്. ഇത് നമ്മളൊരു 2 ആഴ്ച ആയിട്ട് നമ്മൾ പ്ലാനിങ്ങിലാണ് സംഭവം ഇത് ഉണ്ടാക്കാനുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇതാ സോസേജ്, ഓംപ്ലേറ്റ്, ബുൾസെ. ഇത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. ഇത് ചീഫ് കുക്ക് പോയിട്ടുണ്ട്. ചീഫ് കുക്കിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചതാണ്. പുള്ളി റഷ്യൻ ആയതുകൊണ്ട് ബിരിയാണി വയ്ക്കാൻ അറിഞ്ഞുകൂടല്ലേടാ. ചീഫ് കുക്കിന് ബിരിയാണി വയ്ക്കാൻ தெரியாதுல்ல. ஆனா நம்ம கிட்ட எல்லா மசாலையும் கிடையாதுல்ல. இருக்கிற மசாலா வச்சு தானே பண்றது. இன்னைக்கு நமக்கு ஒரு தக்காளி மட்டும் தான் கிடைச்சிருக்கல ബിരിയാണി പண்றதுக்கு. ഇന്നത്തെ ബിരിയാണി ഉണ്ടാക്കാനുള്ള മെയിൻ കാരണം ഇതിന്റെ മാസ്റ്ററും പുള്ളിയാണ് ഫുൾ സപ്പോർട്ട്. എടാ നമുക്കുള്ളത് വെച്ച് ചെയ്യാം, കുഴപ്പമില്ല, ചിക്കനും റൈസും ബാക്കി നമുക്കുള്ളത് വെച്ച് ചെയ്യാം എന്ന് ഭയങ്കര സപ്പോർട്ട് ചെയ്ത് എല്ലാ ക്രൂവിനെയും കൊണ്ടുവന്നത് ആ പുള്ളിയാണ്. ഫിറ്റർ ഭായ് ഇധർ ദേഖ്, कैसा कौन सा बिरयानी बना रहे? दम बिरयानी। मतलब साउथ इंडियन स्टाइल होगा, नॉर्थ इंडियन स्टाइल, कैसा स्टाइल होगा? ये हमारे यूपी का स्टाइल है. यूपी फिटर है, यूपी का स्टाइल बिरयानी आണെന്നാണ് പറയണത്. बट हमारे पास पूरा सामान नहीं है ना. हाँ, सामान नहीं, मसाले नहीं है बराबर, लेकिन तभी ट्राई करेंगे अच्छा बनाने के लिए. अच्छा ही होगा ना. പുള്ളി പറയണത് ഫുള്ള് സാധനങ്ങളൊന്നും ഇല്ല, എങ്കിലും പുള്ളി യൂപി സ്റ്റൈൽ ബിരിയാണിയാണ് വെക്കുന്നത്. അപ്പൊ ഇനി ബാക്കി കട്ട് ചെയ്തെല്ലാം കഴിഞ്ഞതിന് ശേഷം കാണാം. അപ്പൊ എന്താ സവാളയെല്ലാം ഏതാണ്ട് അരിഞ്ഞ് കഴിയാറായി. മേക്ക് ഡ്യൂട്ടിയിലായിരുന്നു. ബിരിയാണി എന്തായെന്ന് അറിയാൻ വന്നേക്കാണ്. നമ്മളത് അനീഷ് ഭായി ആണ് പ്രശ്നം. അനീഷ് ഭായി വെജിറ്റേറിയൻ ആണ്. അനീഷ് ഭായിക്ക് പക്ഷെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയൊരു വെജ് ഫ്രൈ എല്ലാം ചെയ്ത് കൊടുക്കും. എന്താ വായിക്കര अनिश भाई, आज चिकन खाएगा ना तू? नहीं, मेरे लिए तेरे लिए मैं कैसे खाता हूं? नहीं खाएगा? सूखे चावल खाएगा, सूखे चावल. अरे सूखे चावल इतना चूतिया बंदा फर्स्ट टाइम देख रहे हैं. നീ ഇതായിട്ട് ഇവിടെ വന്നേന്ന് പറഞ്ഞേ കൊള്ളാം. നമ്മൾ ഇവിടുത്തെ സെറ്റപ്പ് ഒക്കെ എങ്ങനെയായി എന്ന് അറിയണം. ഡ്യൂട്ടിയൊക്കെ നമുക്ക് വിഷയമല്ല. എൻജിൻ റൺ ചെയ്യുന്ന വിശ്വാസം എനിക്ക് ഉണ്ട്. പക്ഷേ ഇതാ ഇന്ത്യൻ ക്രൂ എല്ലാരും ഇവിടെ ഉണ്ട് കേട്ടോ. മഹേഷ് ഇവൻ ഡ്യൂട്ടിയിലാണ്. मजा आएगा आज बिरयानी खाने कितने दिनों बाद. अनिश भाई मजा आएगा मजा. അപ്പൊ നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്രൈ ചെയ്തിട്ടാണ് ഇനി ബാക്കി പരിപാടി. എനിക്ക് വലുതായിട്ട് ഐഡിയ ഇല്ല ഇവരുണ്ടാക്കുന്ന ബിരിയാണിയെ കുറിച്ച്. പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ബാക്കി മിക്സ് ക്രൂ ആണ്. അവർക്കുള്ള സൂപ്പ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. തമ്പി ഇതാ ഫ്രഞ്ച് ഫ്രൈക്കുള്ള എണ്ണയൊക്കെ ചൂടാക്കിക്കൊണ്ടിരിക്കണം അല്ലേ തമ്പി? അപ്പോൾ അത് ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ഈ ബിരിയാണി നമുക്ക് ഇന്ത്യൻസിന് മാത്രമാണ്. നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചതാണ്. അപ്പോൾ അവർ പറഞ്ഞ് ഇല്ല, അവർ കഴിക്കത്തില്ല, ഈ സ്പൈസി ആയിട്ടുള്ള ഒന്നും അവർ കഴിക്കത്തില്ല. അപ്പോൾ നമ്മൾ ബിരിയാണി നമുക്ക് വേണ്ടി മാത്രം, ഇന്ത്യൻസിന് വേണ്ടി മാത്രമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ചിക്കൻ ഫുള്ളായിട്ട് ഇതാ ഫ്രൈ ചെയ്ത് ഹാഫ് ഫ്രൈ ആയിട്ട് വെച്ചിട്ടുണ്ട്.
ഫിറ്റർ ബായി ഇതാ മസാല റെഡിയാക്കിയാണ്. മസാല റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഇത് മസാലയിൽ ഇട്ടിട്ട് പിന്നെ റൈസ് ഓൾറെഡി തമ്പിയെങ്കിൽ റൈസ് ഇതാ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 ചെറിയ പാത്രമാണ് കിട്ടിയപ്പോൾ 2 ചെറിയ പാത്രത്തിലായിട്ട് റൈസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ലാസ്റ്റായിരിക്കും ദമ്മിടുന്നത്. പിന്നെ ഏറ്റവും മുകളിലായിട്ട് ഇതാ ഇടാനായിട്ടുള്ള സവാള ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ആഡംബരത്തിനൊരു കുറവും വേണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അവൻ്റെ പാട് നോക്കി നമ്മൾ ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അവൻ ഉച്ചയ്ക്കത്തെ ഫുഡ് റെഡിയാക്കാൻ തുടങ്ങിയത്. അവൻ എന്തായാലും അവൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞ് അവൻ പോയി. ഞാൻ പറഞ്ഞില്ലേ ഈ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റാണ്. ആരും കഴിച്ചിട്ടില്ല. കാര്യം ഇന്ന് ബിരിയാണി വയ്ക്കുന്നതുകൊണ്ട് എല്ലാവണ്ണവും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്ത് കഴിക്കുകയാണ്. കാരണം ബിരിയാണി കഴിക്കാന്നുള്ള മോഡിൽ. അങ്ങനെ അതാ ഫുൾ ചിക്കൻ മസാലയിലോട്ട് മിക്സ് ചെയ്യുകയാണ്. ഇനി മസാലയിലോട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പരിപാടിയൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. റൈസും ആയിട്ടുണ്ട്. ഇതാ ടൈമ് 12 മണിയായി. ദമ്മിൻ്റെ പരിപാടി ചെയ്യുകയാണ്. അപ്പോൾ ചിക്കൻ ഓക്കെ ആയിട്ടുണ്ട്. ജഗ്ഗു തോടെ ഓപ്പൺ കറണം. ഇതാ ചിക്കൻ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. റൈസ് ഇനി അപ്പോൾ ഇതാ ദമ്മാണ് ഇടുന്നത്. അതാ നമ്മുടെ പിള്ളേരൊക്കെ അതായി വിടുന്ന അവരെ ലഞ്ച് കാണിക്കുകയാണ്. ഗിമാ സേ ഹായ് ഹായ്. അവരിതാ അവരെ ഫുഡെല്ലാം എന്താ അവർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ഇതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല സത്യം പറഞ്ഞാൽ. സ്പൈസി ഫുഡ് അവർ കഴിക്കില്ല. നമ്മൾ ചോദിച്ചതാണ്. അപ്പോൾ അവരെന്തായാലും ഇത് കഴിക്കത്തില്ല. ഇനി ദം ഇട്ടതിന് ശേഷമുള്ള വീഡിയോ ആണ്. അതെന്താ തമ്പി? റോസ് വാട്ടറാ എല്ലാം ഇരുന്നത്. അടിച്ച് കുലുക്കി പോണത് വേറൊന്നുമല്ല, തൈരാണ്. അടിച്ച് കുലുക്കി പോവുകയാണ്. വേറൊന്നുമല്ല, തൈരാണ്. ഇതിൻ്റെ അമ്മിൻ്റെ നമ്മുടെ പരിപാടി ഫിറ്റർ ബായി ചെറിയ സാധനമാണ് എന്ന് ചെറിയൊരു ഡൗട്ടുണ്ട്. അല്ലെന്നാണ് തോന്നുന്നത്. നമ്മൾ ഡേറ്റ് നോക്കിയിട്ടുണ്ട്. ഇവൻ അരവട്ടാണ് കേട്ടോ. ഇവൻ ആ തൈരൊക്കെ കൊണ്ടൊഴിക്കണം. അപ്പോൾ എന്തായാലും നമ്മൾ ദമ്മ് ഇടാനുള്ള ഒരു ഹെൽപ്പും കൂടെ വേണം. വീഡിയോ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ വായിലിരിക്കണം. കാരണം ബിരിയാണി ഉണ്ടാക്കാൻ എല്ലാ ഇന്ത്യൻ ക്രൂ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ലാസ്റ്റ് വന്നപ്പോൾ ഞാനും ഫിറ്ററും താണ്ട നമ്മളെ തമ്പി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും കാണാനില്ല ഇവിടെ. അത് ആ സംഭവം നമ്മൾ ദമ്മിടാനുള്ള എല്ലാ സെറ്റപ്പും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാ എല്ലാവരും ഓക്കെയാണ്. നമ്മൾ അനീഷ് ഭായ് പാവം വെജ് ആയതുകൊണ്ട് അനീഷ് ഭായ് ഇതാണ് ഇന്ന് കഴിക്കണത്. അനീഷ് ഭായ് നോൺ വെജ് കഴിക്കാറില്ല. അപ്പോൾ ബാക്കി ആരും ഫുഡ് കഴിച്ചിട്ടില്ല. എല്ലാവരും വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ ഇതാ ദമ്മൊക്കെ ഇട്ട് ഇനി വെക്കണം. ഒരു 10-15 മിനിറ്റും കൂടെ വെക്കണമെന്നാണ് പറഞ്ഞത് ഹോട്ട് പ്ലേറ്റിൽ. അപ്പോൾ ഇതാ നമ്മൾ ഓവനിലാണ് ദമ്മെല്ലാം താണ്ട പേപ്പറെല്ലാം സെറ്റ് ചെയ്തിട്ട് ഓവനിലാണ് കയറ്റി വയ്ക്കുന്നത്. ജഗു ക്ലോസ്. അപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നതായിരിക്കും. ഒരു 20 നിമിഷം ആയിട്ടല്ലേ. അപ്പോൾ ഇതാ കറക്റ്റ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മളിതാ ഇത് ഓവൻ തുറക്കാൻ പോകണം. ഓവൻ തുറന്നോ? ഓവൻ തുറന്ന് ഇനി ഇതാ ബിരിയാണി പുറത്തോട്ട് കൊണ്ടുവരണം. ഇത് പൊട്ടിക്കുമ്പം മണമൊക്കെ വന്നാൽ മതിയായിരുന്നു. ഏത് ആ ഫിറ്റർ ഭായ് ഉദരേ കുച്ച് ഡാലന. പാവം ഇത് നമുക്ക് അവിടെ കൊണ്ട് ടേബിളിൽ വെക്കാൻ പറ്റില്ല. കാരണം ടേബിളിലെ മാറ്റ് ഫുള്ള് ഉരുവി പോകും. സാധനം ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി ഇത് പൊട്ടിക്കണം. അതും കൂടെ കണ്ടിരുന്ന എനിക്ക് ഡ്യൂട്ടിക്ക് പോയിരുന്നു. ഒന്ന് പെട്ടെന്ന് പൊട്ടിക്കുമെന്ന് ചോദിച്ചാ. ജഗ്ഗു ജൽദി. ഇതാ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതാ ഇതില്ലെങ്കിൽ ഉരുവി പോകും കേട്ടോ. അതാണ് നമ്മൾ ഈ തുണി ഇട്ടിട്ടിടുന്നത്. എല്ലാ ടീമും ഇവിടെ നിൽപ്പുണ്ട്. ആ ഹായ് നമസ്കാരം. നിക്കാലോ. അപ്പോൾ ദമ്മ് പൊട്ടിക്കാൻ പോകണം കേട്ടാ. പുകയൊക്കെ വന്നാൽ മതിയായിരുന്നു. ദൈവമേ. ആ സംഭവം പുകയൊക്കെ വരുന്നുണ്ട്. ഇത് സെറ്റാണ് കേട്ടാ. അടിപൊളി പരിപാടിയാണ്. അടിപൊളി മണം കേട്ടാ സംഭവം. ഇനി ഒരാൾ ടേസ്റ്റ് ചെയ്യണ വീഡിയോയും കൂടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പോകും. ഞാൻ എന്തായാലും ഇപ്പം എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഡ്യൂട്ടി ആയതുകൊണ്ട് ഞാൻ ഈവനിങ് ആയിരിക്കും കഴിക്കുന്നത്. ഫിറ്റർ ഭായ് ആപ്പി ട്രൈ കറലോ. ഇതാ അപ്പം ബിരിയാണി ഞാൻ എന്തായാലും ഇപ്പം എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഡ്യൂട്ടിക്ക് പോകണം. ബോയിൽ സൂട്ടൊക്കെ തയ്ക്കി കെട്ടി വെച്ചേക്കാണ്. അപ്പോൾ ഇവർ കഴിക്കുന്നത് എന്തായാലും ഒരു റിവ്യൂ പറഞ്ഞിട്ട് പോവാം. ഞാൻ എന്തായാലും ഈവനിങ് ആയിരിക്കും കഴിക്കണം. അൻസ கொஞ்சம் டெஸ்ட் பண்ணி சொல்லு. நமக்கு இருந்த பொருள் இவ்வளவுதான் பண்ண முடிஞ்சது. அந்த அளவிலே கொடுத்து சொல்லு. അടിപൊളിയാണെന്നാണ് പറഞ്ഞത്. ഫിറ്റർ ഭായ് ആപ് भी खा रहे ना क्या है?
हमारा क्या क्या चीज मतलब ये कम चीज में मस्त बिरयानी है ना ये बिना मसाले वाला बिरयानी है. ബിന മസാല വാല എന്ന് പറഞ്ഞ മസാല ഇല്ല എങ്കിലും കൊള്ളാന്നാണ് പറയണത്. എന്തായാലും നല്ല മണമൊക്കെ ഉണ്ട്. ഈവനിങ്ങേ ഞാൻ കഴിക്കണുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നമ്മളൊരു ഹാപ്പിനെസ് ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ബൈ.